എല്ലാ സർവേകളും ഇടതുപക്ഷത്തിന് 60 സീറ്റിലധികം കൊടുക്കുന്നുണ്ട്. 60 സീറ്റിലധികം. നോക്കൂ, ആക്സിസ് മൈൻഡിന്റെ സർവേ മുതൽ 62 വരെ 62 വരെ സീറ്റ്. ഇത് നോക്കൂ, ഇതിൽ ഇപ്പോ നമ്മുടെ ഡൽഹി റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് UDF തരംഗമാണോ എന്ന്. ഒരു തരംഗം ഉണ്ടായാലേ ഈ പറയുന്നത്, അതായത് എവിടെ നിന്നാണ് വരേണ്ടത്, 42 നിന്നാണ് വരേണ്ടത് എന്ന് ആലോചിക്കണം. സ്വാഭാവികമായും ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രമാണ് കേവല ഭൂരിപക്ഷത്തിന് തൊട്ട് മുകളിൽ പോലും UDFന് വരാൻ കഴിയുന്നത്. അല്ലല്ല, അതിന് തരംഗം പറയാൻ പറ്റില്ല. എങ്ങനെ കേവല ഭൂരിപക്ഷത്തിന് തൊട്ട് മുമ്പിൽ എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് എവിടെ നിന്നാണ് കേവല ഭൂരിപക്ഷത്തിനും അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു വലിയ മാർജിൻ ഉണ്ടാക്കാൻ പറ്റിയാൽ മാത്രമേ തരംഗം. അതായത് ഇപ്പം 2011 സമാനമായ ഒരു സാഹചര്യത്തിൽ നിന്നാണെങ്കിൽ ശരി, അത് നെക്ക് ടു നെക്ക് ആയിരുന്നല്ലോ. ലാസ്റ്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 2011 UDF വന്നത് വലിയ പരാജയത്തിൽ നിന്നാണ്. അല്ല, 2011 ഇലക്ഷൻ റിസൾട്ടിന് സമാനമായ റിസൾട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് എങ്കിൽ ഇതിപ്പോ 42 നിന്ന് വരണമെങ്കിൽ മേജർ ഷിഫ്റ്റ് വേണമെന്നേ ഞാൻ പറഞ്ഞോളൂ. അതല്ല, UDFന് 2011 ഉണ്ടായിരുന്നത് തരംഗമല്ല. UDFന് 2011 തരംഗം എന്നല്ല ഞാൻ പറഞ്ഞത്. ആ റിസൾട്ട് ബേസിൽ നിന്നാണ് ഇത്തവണ നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിക്കുന്നതെങ്കിൽ ശരി, ഇത് വലിയ ഷിഫ്റ്റ് ഉണ്ടായാൽ മാത്രമേ UDFന് അധികാരത്തിലേക്ക് കേവല ഭൂരിപക്ഷമെങ്കിലും നേടി വരാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുള്ളൂ. അതിൽ തർക്കിക്കാനൊന്നുമില്ല. അല്ല, തരംഗം എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കേവല ഭൂരിപക്ഷത്തിനേക്കാൾ അപ്പുറം ഒരു മിനിമം 15 മുതൽ 20 സീറ്റുകൾ വരെ അവിടെ നേടണം. ഇവിടെ ആകെ പ്രവചിച്ചിരിക്കുന്നത് മൈ ആക്സിസ് മാത്രമാണ് ഒരു തരംഗം. NDTV പറയുന്നത് പരമാവധി 85 വരെ. LDF 60 മുതൽ 65 വരെ സീറ്റ്, UDF 72 മുതൽ 80 വരെ സീറ്റ്, BJP 3 മുതൽ 7 വരെ. ഒരുപക്ഷെ BJPക്ക് ഇത്രയും കൂടുതൽ സീറ്റ് നൽകുന്ന കേരള UDFന് 70 മുതൽ 80 വരെ പറയുന്നു, LDFന് 58 മുതൽ 68 വരെ പറയുന്നു, NDAക്ക് 4 വരെ സീറ്റ്. കഴിഞ്ഞ തവണത്തെ ഓർക്കണം, കഴിഞ്ഞ തവണത്തെ എക്സിറ്റ് പോളുകളിൽ NDAക്ക് എല്ലായിടത്തും അക്കൗണ്ട് തുറക്കുന്ന 4-6 കണക്കുകൾ വന്നിരുന്നു, ഒന്നുപോലും ഉണ്ടായിട്ടില്ല.